നമസ്കാരം. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് LGS, ബിവറേജ് LD മുതലായ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള 6ാമത്തെ ദിവസത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ലോഹങ്ങളാണ്. കെമിസ്ട്രിയാണ് ഓർഡറിൽ പഠിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് ലോഹങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. ഈ ക്ലാസ് കാണുന്ന എല്ലാവർക്കും ഷുവറായിട്ടും ഇതിൽ നിന്ന് മാർക്ക് കിട്ടിയിരിക്കും. ആദ്യം തന്നെ എന്താണ് ക്രിയാശീല ശ്രേണി എന്ന് നോക്കാം. ലോഹങ്ങളെ അവയുടെ രാസപ്രവർത്തന ശേഷിക്കനുസരിച്ച് ക്രമപ്പെടുത്തിയിരിക്കുന്ന ഒരു ശ്രേണിയെയാണ് ക്രിയാശീല ശ്രേണി എന്ന് പറയുന്നത്. ക്രിയാശീല ശ്രേണി എങ്ങനെയാണ്? രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്ന ക്രമത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോഹങ്ങളെ അവരുടെ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്ന ക്രമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ശ്രേണിയാണ് ക്രിയാശീല ശ്രേണി. നിങ്ങൾ ഈ ഒരു ക്രിയാശീല ശ്രേണി പഠിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് ഇത് യൂസ്ഫുൾ ആകും. പല കാര്യങ്ങളും പഠിക്കുമ്പോൾ ഇതിൽ ക്രിയാശീലം കൂടിയത് ഏതാണ്, കുറഞ്ഞത് ഏതാണ് എന്ന് അറിഞ്ഞിരിക്കുന്നത് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കും. അപ്പോൾ ആദ്യം തന്നെ ഈ ക്രിയാശീല ശ്രേണി ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ക്രിയാശീല ശ്രേണിയിൽ ഏറ്റവും മുകളിലുള്ളവർക്കാണ് രാസപ്രവർത്തന ശേഷി കൂടുതൽ. ആദ്യത്തെ ആൾ എന്ന് പറയുന്നത് പൊട്ടാസ്യമാണ്. പൊട്ടാസ്യം എന്ന് പറയുന്നത് കെ, പൊട്ടാസ്യത്തിൻ്റെ സിമ്പലാണ് കെ എന്ന് പറയുന്നത്. പൊട്ടാസ്യമാണ് ആദ്യത്തെ ആൾ. രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് സോഡിയമാണ്. സോഡിയം എന്ന് പറയുമ്പോൾ എന്താണ്? Na ആണ്. സോഡിയം Na. ദെൻ കാൽസ്യമാണ് അടുത്ത ആൾ. മഗ്നീഷ്യം അടുത്തത് Mg, മഗ്നീഷ്യമാണ് അടുത്തത്. കാൽസ്യം കഴിഞ്ഞിട്ട് അതിനെക്കാട്ടും കുറച്ചും കൂടെ ക്രിയാശീലം കുറവായിട്ടുള്ള ആളാണ് മഗ്നീഷ്യം എന്ന് പറയുന്നത്. ദെൻ അലൂമിനിയമാണ് അടുത്ത ആളാരാണ്? അലൂമിനിയം, Al അലൂമിനിയമാണ്. ദെൻ സിങ്കാണ് അടുത്ത ആൾ എന്ന് പറയുന്നത്. സിങ്കാണ്. അയണിൻ്റെ സിമ്പൽ എന്താണ്? Fe ആണ് അയൺ എന്ന് പറയുന്നത്. Fe അയൺ ആണ്. നിക്കലാണ് Na എന്ന് പറയുന്നത്. നിക്കലാണ്. നിക്കൽ Na ആണ്. അടുത്തത് ടിന്നാണ്. ടിന്ന് അടുത്ത ആൾ. ടിന്ന് കഴിഞ്ഞിട്ട് Pb ആണ് ലെഡ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ എന്ന് പറയുമ്പോഴത്തേനും ഈ ലോഹങ്ങളെയൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രജൻ കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രജൻ നമുക്കറിയാം ഒരു ലോഹമല്ല. അപ്പം ഈ ഹൈഡ്രജൻ്റെ മേലോട്ടുള്ള ലോഹങ്ങൾ താപ്പോട്ടുള്ള ലോഹങ്ങളെന്ന് പറഞ്ഞ് കമ്പയർ ചെയ്യാനാണ് ഹൈഡ്രജനെ കൊടുത്തിരിക്കുന്നത്. ഹൈഡ്രജൻ കഴിഞ്ഞിട്ട് Cu കോപ്പർ ഉണ്ട്. ദെൻ Ag എന്ന് പറയുന്നത് ആരാണ്? സിൽവറാണ്, വെള്ളിയാണ്. Au എന്ന് പറയുന്നത് ഗോൾഡാണ്. ഇത്രയും ആൾക്കാരാണ് ക്രിയാശീല ശ്രേണിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ മേളിലോട്ടുള്ള ആൾക്കാരെല്ലാം, ഹൈഡ്രജൻ്റെ മേളിലോട്ടുള്ള ലെഡ് വരെയുള്ള ആൾക്കാർ നേർപ്പിച്ച ആസിഡുമായിട്ട് പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നവരാണ്. ലെഡ് വരെയുള്ള ആൾക്കാർ ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നവരാണ്. ലെഡിന് താഴോട്ടുള്ള കോപ്പർ, സിൽവർ, ഗോൾഡ് തുടങ്ങിയവർ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജനെ ആദേശം ചെയ്യുന്നില്ല. ആ ഒരു കമ്പാരിസണിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഇടയ്ക്ക് ആരെ കൊടുത്തിരിക്കുന്നത്? ഹൈഡ്രജനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ തന്നെ ക്രിയാശീല ശ്രേണി കാണാതെ പഠിച്ചുവല്ലോ. പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ, ഗോൾഡ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിന് ഏതാണ് മേളിൽ? ഇപ്പം ഫോർ എക്സാമ്പിൾ കാൽസ്യം ആണോ മഗ്നീഷ്യം ആണോ ക്രിയാശീലം കൂടിയത്? നിങ്ങൾ ഈ ഓർഡറിലല്ല, ഏതാണ് രണ്ടെണ്ണം തന്നാൽ അതിൽ ഏത് മേളിൽ വരും എന്ന രീതിയിലൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ആദേശ രാസപ്രവർത്തനമൊക്കെ പഠിക്കുമ്പോൾ ആ ഒരു പോർഷനിലും നിങ്ങൾക്കിത് യൂസ്ഫുള്ളായിട്ട് മാറുന്നതായിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ എന്ന് പറയുമ്പോൾ ഇവർ നല്ല ക്രിയാശീലം കൂടിയ ആൾക്കാരെല്ലാം തന്നെ ഭൂവൽക്കത്തിൽ സംയുക്ത അവസ്ഥയിലായിരിക്കും കാണപ്പെടുന്നത്. ക്രിയാശീലം കൂടിയ ലോഹങ്ങളെല്ലാം ഭൂവൽക്കത്തിൽ സംയുക്ത അവസ്ഥയിൽ കാണപ്പെടും. എന്നാൽ ക്രിയാശീലം വളരെ കുറഞ്ഞ ലോഹങ്ങൾ എന്ന് പറയുമ്പോൾ ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളൊക്കെ ഭൂവൽക്കത്തിൽ എങ്ങനെ കാണപ്പെടുന്നത്? സ്വതന്ത്രമായിട്ട് കാണപ്പെടും. അപ്പോൾ സംയുക്തമായിട്ട് കാണപ്പെടുന്നത് ക്രിയാശീലം കൂടിയ ലോഹങ്ങളാണ് എന്ന് അറിഞ്ഞിരിക്കുക. സംയുക്താവസ്ഥയിൽ കാണപ്പെടുന്നത് ക്രിയാശീലം കൂടിയ ആൾക്കാരെ പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം, മഗ്നീഷ്യം ഒക്കെ സംയുക്താവസ്ഥയിൽ കാണപ്പെടും. ക്രിയാശീലം കുറഞ്ഞവരാണെങ്കിൽ സ്വതന്ത്ര അവസ്ഥയിൽ കാണപ്പെടും. അപ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ക്രിയാശീല ശ്രേണിയെക്കുറിച്ചും ലോഹങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷയിൽ ഈ ഭാഗത്തു നിന്ന് ചോദ്യം ഉണ്ടായിരിക്കും. അപ്പോൾ ആദേശ രാസപ്രവർത്തനമൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുമോ? ഇവിടെ കുറേ പ്രധാനപ്പെട്ട ലോഹങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ലോഹമാണ് ടങ്സ്റ്റൺ എന്ന് പറയുന്നത്. ടങ്സ്റ്റൺ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ലോഹമാണ്. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം എന്ന് പറയുന്ന ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റണ് ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുണ്ട്. ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ളത് മെർക്കുറിക്കാണേ. അപ്പോൾ ഏറ്റവും ഉയർന്ന ദ്രവണാങ്കം ടങ്സ്റ്റൺ ആണ്. അതുപോലെ ഏറ്റവും താഴ്ന്ന ദ്രവണാങ്കമുള്ള ലോഹം മെർക്കുറിയാണ്. അതുപോലെ ഈ ടങ്സ്റ്റൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് റെസിസ്റ്റിവിറ്റി ഏറ്റവും കൂടിയ
ശുദ്ധലോഹം ചോദിക്കുകയാണെങ്കിലും ടങ്സ്റ്റൺ ആണ്. റെസിസ്റ്റിവിറ്റി കൂടുതലുള്ളത് ഉയർന്ന ദ്രവണാങ്കമുള്ളതുമാരാണ് ടങ്സ്റ്റൺ ആണ്. വൈദ്യുത ബൾബുകളുടെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹവും ഏത് തന്നെയാണ്? ടങ്സ്റ്റൺ ആണ്. വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻ്റ്. അപ്പോൾ അത് പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. PSC പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹവും ഏത് തന്നെയാണ്? ടങ്സ്റ്റൺ ആണ് എന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഉയർന്ന റെസിസ്റ്റിവിറ്റി, അതുപോലെ തന്നെ ഉയർന്ന ദ്രവണാങ്കം തുടങ്ങിയവയുണ്ട്. ഇനി അതുപോലെ പ്രധാനപ്പെട്ട ഒരു ലോഹമാണ് ഇരുമ്പ് എന്ന് പറയുന്നത്. ഇരുമ്പാണ് ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം. അതുപോലെ നിത്യജീവിതത്തിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ലോഹവും ഏത് തന്നെയാണ്? ഇരുമ്പ് തന്നെയാണ്. ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് തുടങ്ങിയവ ഇരുമ്പിൻ്റെ അയിരുകളാണ്. എന്താണ് ഈ അയിരുകൾ എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ധാതുക്കളായിട്ട് നമ്മുടെ ലോഹങ്ങളൊക്കെ എന്താണ് സംയുക്ത അവസ്ഥയിലാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ലോഹങ്ങൾ ഇങ്ങനെ സംയുക്താവസ്ഥയിൽ കാണപ്പെടുന്നതിനെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. ഏത് ധാതുക്കളിൽ നിന്നാണ് നമ്മൾ എന്തിനെ വേർതിരിച്ചെടുക്കുന്നത്? ലോഹത്തെ വേർതിരിച്ചെടുക്കുന്നത്. അപ്പോൾ അയിരുകളും ധാതുക്കളും സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ എന്താണ് എന്ന് ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുക. ധാതുക്കളിൽ നിന്നാണ് ലോഹങ്ങളെ വേർതിരിച്ചെടുക്കുന്നത്. അപ്പം ലോഹങ്ങളുടെ സംയുക്താവസ്ഥയിലുള്ള ആ ഒരു രൂപത്തിനെയാണ് ധാതുക്കൾ എന്ന് പറയുന്നത്. എല്ലാ ധാതുക്കളിൽ നിന്നും ലോഹങ്ങളെ വേർതിരിച്ചെടുക്കാൻ കഴിയുമോ? ഇല്ല. എല്ലാ ധാതുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതിന് ചില കണ്ടീഷനുകളൊക്കെ ഉണ്ട്. എളുപ്പത്തിൽ ലഭ്യമായിട്ടുള്ള, ചിലവ് കുറഞ്ഞ രീതിയിൽ ഏറ്റവും കൂടുതൽ ലോഹത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളതിൽ നിന്നൊക്കെ മാത്രമേ നമ്മൾ ലോഹത്തെ വേർതിരിച്ചെടുക്കത്തുള്ളൂ. അങ്ങനെയുള്ള ധാതുവിനെയാണ് അയിര് എന്ന് പറയുന്നത്. അപ്പോൾ ഇരുമ്പിന് കുറേ ധാതുക്കളുണ്ട്. അതിൽ എല്ലാ ധാതുക്കളിൽ നിന്നും ഇരുമ്പിനെ വേർതിരിച്ചെടുക്കത്തില്ല. പ്രധാനമായിട്ടും മാഗ്നറ്റൈറ്റ്, ഹേമറ്റൈറ്റ് തുടങ്ങിയ ധാതുക്കളിൽ നിന്നാണ് ഇരുമ്പിനെ വേർതിരിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഇരുമ്പിൻ്റെ അയിര് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇരുമ്പിൻ്റെ പ്രധാനപ്പെട്ട അയിരുകളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് തുടങ്ങിയവ എന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ലോഹമാണ് അലൂമിനിയം എന്ന് പറയുന്നത്. അലൂമിനിയം പ്രധാനപ്പെട്ട മറ്റൊരു ലോഹമാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിക്കുകയാണെങ്കിൽ അത് അലൂമിനിയമാണ്. അലൂമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിരാണ് ബോക്സൈറ്റ് എന്ന് പറയുന്നത്. ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിൻ്റെ പ്രധാനപ്പെട്ട അയിര് എന്ന് പറയുന്നത്. ബോക്സൈറ്റ് ആണ്. ഇനി മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ചെമ്പാണ്. ചെമ്പാണ് മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം എന്ന് പറയുന്നത്. അതുപോലെ മറ്റു പ്രധാനപ്പെട്ട ഒരുപാട് ലോഹങ്ങളുണ്ട്. സോഡിയം പ്രധാനപ്പെട്ട ലോഹമാണ്. സോഡിയത്തിൻ്റെ ഒരു പ്രധാന സംയുക്തമാണ് സോഡിയം കാർബണേറ്റ്. ഈ സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ എന്നറിയപ്പെടുന്നത്. അപ്പം ഞാൻ ഈ പറയുന്ന പോയിന്റുകളൊക്കെ ബുക്കിൽ എഴുതി വെക്കണം. സോഡിയം കാർബണേറ്റ് ആണ് വാഷിംഗ് സോഡ എന്ന് അറിയപ്പെടുന്നത് എന്ന് അറിഞ്ഞിരിക്കുക. ഇനി അതുപോലെ നമുക്ക് ലോഹങ്ങളുടെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ പഠിക്കാനുണ്ട്. ലോഹങ്ങളുടെ ചില പൊതുവായ സവിശേഷതകൾ പഠിക്കാനുണ്ട്. അതാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ആദ്യം തന്നെ നോക്കിക്കേ, ഡക്റ്റിലിറ്റി എന്താണ്? ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാനുള്ള സവിശേഷതയാണ് ഡക്റ്റിലിറ്റി. അപ്പോൾ ഈ ലോഹങ്ങൾക്കൊരു സവിശേഷതയുണ്ട്. അവരെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ പറ്റും. ഈ സവിശേഷതയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്ലാറ്റിനമാണ്. പ്ലാറ്റിനത്തിനാണ് ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി. അപ്പോൾ ഈ ഒരു സവിശേഷത ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? പ്ലാറ്റിനത്തിനാണ്. വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാൻ പറ്റും. ഇനി മാലിയബിലിറ്റി എന്താണെന്ന് ചോദിക്കുക. ലോഹങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. ലോഹത്തെ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കുന്ന പ്രത്യേകതയാണ് മാലിയബിലിറ്റി. വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കുന്നത് ഡക്റ്റിലിറ്റി. എന്നാൽ അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്ന സവിശേഷതയാണ് മാലിയബിലിറ്റി. മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിക്കുകയാണെങ്കിൽ അത് സ്വർണ്ണമാണ്. അപ്പോൾ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് പ്ലാറ്റിനമാണ് എന്ന് പറഞ്ഞു. മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ ലോഹം സ്വർണ്ണമാണ്. അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കാൻ മാറ്റാൻ പറ്റുന്ന സവിശേഷത ഏറ്റവും കൂടുതൽ ആർക്കാണ്? സ്വർണ്ണത്തിനാണ് ഉള്ളത്. അതുപോലെ ലോഹങ്ങളുടെ മറ്റ് സവിശേഷതകളാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്. ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായിട്ട് രൂപം കൊള്ളുന്ന പ്രതലം നല്ല തിളക്കമുള്ളതായിരിക്കും. ആ പ്രത്യേകതയാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്. ലോഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് ലോഹങ്ങളെ മുറിക്കുമ്പം പുതുതായിട്ട് വരുന്ന ആ പ്രതലത്തിൽ നല്ല തിളക്കമുണ്ടായിരിക്കും. ഇതിനെ ലോഹദ്യുതി എന്ന് പറയും. അതുപോലെ തന്നെ താപചാലകത. ലോഹങ്ങൾക്ക് താപം കടത്തിവിടാനുള്ള കഴിവുണ്ട്. ലോഹങ്ങളെല്ലാം തന്നെ താപചാലകങ്ങളാണ്. വെള്ളിയാണ് ഏറ്റവും മികച്ചൊരു താപചാലകം എന്ന് പറയുന്നത്. അതുപോലെ ലോഹങ്ങളെല്ലാം തന്നെ വൈദ്യുത ചാലകങ്ങളാണ്. എല്ലാ ലോഹങ്ങളും വൈദ്യുതിയെ കടത്തിവിടും. അതിൽ
ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളിയാണ്. വീടുകളിലേക്ക് കമ്പികൾ ഏത് ലോഹം കൊണ്ടാണ്? കോപ്പർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ? വീടുകളിലെ വൈദ്യുത കമ്പികൾ കോപ്പർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എന്നാൽ വൈദ്യുത തൂണുകളുണ്ടല്ലോ, പോസ്റ്റുകളിലൊക്കെ എവിടെയാണ്? പോസ്റ്റുകളിലേക്ക് വൈദ്യുത കമ്പികൾ അലൂമിനിയം കൊണ്ടിട്ടാണ്. അപ്പോൾ വീടുകളിലെ വൈദ്യുത കമ്പികൾ കോപ്പർ കൊണ്ടിട്ട്, വൈദ്യുത തൂണുകൾ അല്ലെങ്കിൽ പോസ്റ്റുകളിലേക്ക് വൈദ്യുത കമ്പികൾ അലൂമിനിയം കൊണ്ടിട്ടുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ലോഹങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് സൊണോരിറ്റി എന്ന് പറയുന്നത്. കട്ടിയുള്ള വസ്തു കൊണ്ട് ഈ ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോഴത്തേനും ശബ്ദം പുറപ്പെടുവിക്കും. ഈ ഒരു കഴിവിനെയാണ് സൊണോരിറ്റി എന്ന് പറയുന്നത്. ലോഹത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ലോഹങ്ങളുടെ പ്രതലത്തിൽ തട്ടുമ്പോൾ എന്ത് ചെയ്യും? ശബ്ദം പുറപ്പെടുവിക്കുക. ഇതിലും കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കുന്ന സവിശേഷതയാണ് സൊനോരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡക്റ്റിലിറ്റി, ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്രത്യേകതകളാണ്. ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത് വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാം. പ്ലാറ്റിനത്തിനാണ് ഏറ്റവും കൂടിയ സവിശേഷതയുള്ളത്. മാലിയബിലിറ്റി, അടിച്ചു പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റുന്നു. സൊണോരിറ്റി എന്ന് പറയുമ്പോൾ കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കും. പിന്നെ അതുപോലെ തന്നെ ലോഹങ്ങൾ വൈദ്യുത ചാലകങ്ങളാണ്, താപചാലകങ്ങളാണ്. ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന താപനിലയിൽ ഉരുകുന്നവയും സാന്ദ്രത കൂടിയവയുമാണ്. ഉയർന്ന സാന്ദ്രതയുള്ളവയാണ് എന്ന് അറിഞ്ഞിരിക്കുക. ഉയർന്ന ദ്രവണാങ്കമുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതൊക്കെ. അതുപോലെ കാഠിന്യം, ലോഹത്തിൻ്റെ മറ്റു പ്രത്യേകതയാണ് കാഠിന്യം എന്ന് പറയുന്നത് അല്ലേ. ചില ലോഹങ്ങളെയൊക്കെ കത്തി ഉപയോഗിച്ച് നിഷ്പ്രയാസം മുറിക്കാൻ പറ്റും. മൃദുലോഹങ്ങൾ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. ഈ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം തുടങ്ങിയവയൊക്കെ മൃദുലോഹങ്ങളാണ്. കാരണം എന്താ? കത്തി ഉപയോഗിച്ച് പെട്ടെന്ന് മുറിക്കാൻ പറ്റുന്ന ലോഹങ്ങളാണ് മൃദുലോഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ലോഹങ്ങളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ലോഹനാശനം എന്ന് പറയുന്നത്? കൊറോഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറയുന്നത് ഈ ഇരുമ്പും അതുപോലെ മറ്റ് പല ലോഹങ്ങളുമൊക്കെ അന്തരീക്ഷ വായുവുമായിട്ട് പ്രവർത്തിച്ച് അതിന് നാശമുണ്ടാകും. അല്ലേ? ഇരുമ്പൊക്കെ കുറേ നാൾ കഴിയുമ്പോഴത്തേനും തുരുമ്പിക്കും. ഇതെന്തുകൊണ്ടാണ്? അന്തരീക്ഷ വായുവുമായിട്ട് പ്രവർത്തിച്ചിട്ട് അതിന് നാശമുണ്ടായതാണ്. എന്നാൽ ഈ ലോഹനാശനം സംഭവിക്കാത്ത ലോഹങ്ങൾ ഏതൊക്കെയാണ്? സ്വർണവും പ്ലാറ്റിനവും ഒക്കെ അല്ലേ. സ്വർണ്ണമൊക്കെ എത്ര നാൾ നമ്മൾ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നടന്നാലും അതിന് എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല. എത്രയൊക്കെ ഒരുപാട് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും കളറ് മങ്ങും, അങ്ങനെയൊക്കെ സംഭവിക്കുന്നതേ ഉള്ളൂ, അല്ലാതെ നശിച്ചു പോകത്തില്ല. അങ്ങനെ ഇരുമ്പിനൊക്കെ ആണെങ്കിൽ ലോഹനാശനം സംഭവിക്കും. അപ്പോൾ ലോഹനാശനം സംഭവിക്കാത്ത ലോഹങ്ങൾ എന്ന് പറയുമ്പോൾ സ്വർണം, പ്ലാറ്റിനം മുതലായവയാണ്. എന്താണ് ഈ ലോഹനാശനം എന്നും അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. വളരെ ചെറിയൊരു ക്ലാസ്സാണ്. ലോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ നമുക്ക് അലോഹങ്ങളും പഠിക്കാനുണ്ട്. നമ്മുടെ സിലബസിൽ ഏറ്റവും എടുത്തു പറയുന്ന പോർഷനാണ് ലോഹങ്ങളും അലോഹങ്ങളും. അതിൽ ലോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ക്ലാസ്, ഒരു 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ കെമിസ്ട്രി ഓർഡറിൽ പഠിച്ചു തീർത്തതിന് ശേഷം നമ്മൾ അടുത്ത ക്ലാസ്സുകളിലേക്ക്, അടുത്ത സബ്ജക്റ്റുകളിലേക്ക് കടക്കും. നമ്മുടെ ക്ലാസ്സിൻ്റെ വ്യൂസിനനുസരിച്ചായിരിക്കും ഞാൻ ഇനിയുള്ള ക്ലാസ്സുകൾ ഇടുന്നത്. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ് യൂസ്ഫുള്ളാണ്, ടീച്ചർ തുടർന്ന് കൊണ്ടുപോകണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ബാക്കി എല്ലാ ക്ലാസ്സുകളും ഇതുപോലെ തന്നെ ഇടുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ 100 ദിവസം നമ്മൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ചെയ്തിട്ട് എല്ലാ സബ്ജക്റ്റുകളും കംപ്ലീറ്റ് ചെയ്ത് സിലബസ് തീർക്കുന്നതായിരിക്കും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വെറുതെ കണ്ടുപോയിട്ട് മാത്രം കാര്യമില്ല. പ്രോപ്പറായിട്ടുള്ള റിവിഷന് വേണ്ടിയിട്ട് എക്സാം ടെലിഗ്രാം ചാനലിൽ തരുന്നുണ്ട്. അപ്പോൾ ആ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്തേക്കാം. അതിലും കൂടെ ജോയിൻ ചെയ്യുക. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക്